അടിപൊളി ആംബിയൻസ് കേട്ടോ, ഒരു രക്ഷയില്ലെന്ന്. ആ ഒരു ആംബിയൻസ് ലെവല് കടൽ കരിമീൻ. ഇവിടെ വൈകിട്ടാണോ രാവിലെയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അടിപൊളിയാണ്. ഇവിടെ വന്നു വൈബ് ആസ്വദിക്കാം. എന്റെ പൊന്നു മച്ചാമാരെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ എവിടെ നിൽക്കുന്ന അറിയാവോ? അക്വാ പാലസിലാണ് നിൽക്കുന്നത്. അക്വാ പാലസിൽ വേറെ മൂട്, പൊളി മൂട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താറിയാവോ? എന്താ ഇന്നത്തെ പരിപാടി? എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പരിപാടിയാണ്. മഴയത്ത് നമ്മൾ വലിയൊരു പരിപാടി പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ അക്വാ പാലസ് എന്ന് പറയുന്ന റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെപ്പോൾ ഇറങ്ങിയാലും നമ്മുടെ വൈബിനനുസരിച്ചുള്ള ക്ലൈമറ്റ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു മഴ ഉണ്ടോ എൻ്റെ മോനെ, വിജയ മഴയാണ്. അപ്പൊ എന്തിനും നമ്മുടെ ചെറുക്കനുണ്ട് കൂടെ. അപ്പൊ നമ്മുടെ ജോയി അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇനിയും ഒരു 3 പേരുടെ അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. നീ എന്റെ ഫോൺ കളഞ്ഞല്ലേ? ആയിക്കോട്ടെ, ഇവന് ഒരു വകുപ്പ് ഇല്ലാത്ത റിയൽമി റിയൽമി അവളെ നീ അവളെ സേവ് ചെയ്ത് നീ നോക്കണം. കൂട്ടുകാരന്റെ ഫോൺ കളഞ്ഞിട്ട് ആയിക്കോട്ടെ, നീ സെറ്റപ്പാന്നറിയാം. പാട്ടെല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ പാട്ടിടാൻ പോവാ. 3, 2, 1 ഗോ. ഡ്രൈവർ പാടുന്ന കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ അക്വാ പാലസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണിത്. നോക്കൂ, അക്വാ പാലസ് ഹെറിറ്റേജ് ഹോം സ്റ്റേ 1 കിലോമീറ്റർ. ഞങ്ങളെല്ലാരും വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ, വളരെ എക്സൈറ്റഡ്. അപ്പം നൈസ് ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം കുറച്ചുകൂടെ ഭംഗിയായിരുന്നു, അല്ലെങ്കിൽ നൈസ് വൈബ് ഇവിടെ കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയും നമ്മുടെ കറക്റ്റ് പ്രോപ്പർ കുട്ടനാട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. ഇനി അകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾ കണ്ടാലേ ബാക്കി ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ആ ഒരു ഭാഗത്ത് മീൻകുളമാണ്, ഇവിടെ കൃഷിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കൃഷിയില്ല, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഈ ഒരു വഴി കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്വാ പാലസ് ഹെറിറ്റേജ് ഹോം സ്റ്റേ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഗൈസ് നല്ലൊരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വേറെ വൈബാണ്, അടിപൊളിയാണ്. അപ്പം പുറത്തിറങ്ങി നമുക്ക് ബാക്കി കാണാം. അത് ഞാൻ പറയുന്നതിന് പകരമായിട്ട് നമ്മുടെ ചെറുക്കൻ പറഞ്ഞിരിക്കുകയാണ്. യോ ഗൈസ്, എൻ്റെ മോനെ ഗൈസ്. അപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓ മാൻ, അപ്പം നമ്മുടെ ഹെറിറ്റേജ് ഹോം സ്റ്റേയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അക്വാ പാലസ് ഹെറിറ്റേജ് ഹോം സ്റ്റേ. യോ മാൻ, അപ്പം നമ്മൾ അടിപൊളി വൈബാണ്, പൊളിയാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരെ എല്ലാവരും ഒന്ന് കാണണ്ടേ?
അപ്പം ജീവൻ അവൻ ക്യാപ്പ് വെക്കാൻ നടക്കത്തില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഏത് വണ്ടിയും ഇതിലെ കൂടെ കയറുന്നതാണ്. അപ്പൊ നമ്മള് അക്വാ പാലസ് ഹെറിറ്റേജ് ഹോം സ്റ്റേയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം വെച്ചാൽ നമ്മുടെ കുട്ടനാടിൻ്റെ കറക്റ്റ് പ്രോപ്പർ കുട്ടനാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കി ചുറ്റും നോക്കി. ഇപ്പം കൃഷി സമയമല്ല കേട്ടോ. ഇപ്പം ഏത് സമയമാണ്? ഇപ്പൊ കൃഷി ഇല്ലാത്ത സമയം. ശരിക്കും വെള്ളം കയറിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ കൃഷി ഇല്ലാത്ത സമയമാണ്. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതൊരു ഹിഡൻ സ്പോട്ട് എന്ന് പറയും. കാര്യം എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്ത് നേരെ കണ്ട് വരാൻ ഒക്കത്തില്ല. കുറച്ച് അകത്തോട്ടാണ്, പക്ഷെ അടിപൊളി സ്പോട്ടാണ്. ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോകാം. കമാ ഗൈസ്, അപ്പം ഇതല്ല സ്റ്റേ. ഇത് ഇവിടെ ഇവർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നേരെ സ്റ്റേ എന്ന് പറയുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ. കമോൺ ലെറ്റ്സ് ഗോ. അപ്പോൾ ഒരു സൂപ്പർ സ്പോട്ടാണ് കേട്ടോ. കാര്യം നല്ല ഒരു ഭയങ്കര സൈലൻ്റ് ആണ്. അടിപൊളി ആംബിയൻസ് ആണ്. അല്ലേ, അടിപൊളി ആംബിയൻസ് ആണ്. സൂപ്പർ ആംബിയൻസ് ആണ്. ഭയങ്കര സൈലന്റ് ആണ്. നല്ല ഇഡിലും റോബസ്റ്റേ റോബസ്റ്റേ ഇതിലെ നടക്കല്ലേ. ഇതിനെ നടന്ന അവനെന്തെങ്കിലും പറ്റും. അത് ശരിയാ ഗൈസ്. അപ്പം ഈ ഒരു സ്പോട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് റിലാക്സ് ചെയ്തൊന്നും ഇരിക്കാൻ പറ്റുന്ന കിട്ടുന്ന സ്പോട്ട്. നോക്കി ഇതുണ്ടോ ഗൈസ്, നല്ല കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ. നല്ല സൈലൻ്റ് ആണ്, നല്ല സൂപ്പർ ആംബിയൻസ് ആണ്. നമുക്ക് നേച്ചർ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും അല്ലേ. ഹൗസ് ബോട്ട് നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ഹെറിറ്റേജ് ഹോം സ്റ്റേ മാൻ. വാവ് ഗൈസ്, അപ്പം ഇതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നോക്കി. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പക്ക വ്യൂ ആണ്. നേരെ അങ്ങോട്ട് നോക്കിയാൽ ഉൾപ്പോട്ട് വരുന്നുണ്ടോ. നല്ല കിടിലം വ്യൂ ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാം. കാര്യം നമുക്ക് ഈ നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, അത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണിത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി നേരെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗായ്സ് ഇത് കണ്ടോ, ഇവിടുന്ന് നമുക്ക് നല്ല പൊളി വ്യൂ ആണ്. നോക്കി എൻ്റെ മോനെ കിടിലൻ സാധനം. ഓ സൂപ്പർ ഗായ്സ്, നല്ല പൊളി ആംബിയൻസ് കേട്ടോ. ഒരു രക്ഷയില്ല. നോക്കി ആ ഒരു ആംബിയൻസ് ലെവല് ഭയങ്കര അടിപൊളിയാണ്. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംബിയൻസ് നമുക്ക് എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഓരോ റൂം പേര് കൊടുത്തിട്ടുണ്ട്. പമ്പ, മണിച്ചിത്രത്താഴ്, അതുപോലെ തന്നെ നില. അപ്പം പമ്പയുടെയും നിലയുടെയും നടുക്കാണ് ഈ മണിച്ചിത്രത്താഴ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നേരിട്ട് കൊണ്ടുവന്ന് അവർ പിന്നെ അതിന് കുറച്ച് റിനോവേഷനൊക്കെ ചെയ്ത് എന്നാലും നേരിട്ട് കൊണ്ടുവന്ന ഒരു മണിച്ചിത്രത്താഴിൻ്റെ ഒരു നേരെ ഉള്ള ഒരു സാധനമാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ അതേ സ്പീഡ് ബോട്ട് പോകുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹൗസ് ബോട്ട് എടുക്കാനുള്ള ഒരു ജെട്ടിയാണ് ഇവിടെ പണിതേക്കുന്നത് കേട്ടോ. നേരിട്ട് നമുക്ക് എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇവിടെ നേരെ ഹൗസ് ബോട്ട് എടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് അവിടെ തകർക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ വരാം. അപ്പോൾ ഇത് മൊത്തത്തിൽ നല്ല ആംബിയൻസ്, എല്ലാവർക്കും മൊത്തത്തിൽ വേണ്ട ആംബിയൻസ് വേണ്ട ആൾക്കാർക്ക് ഇവിടെ ഏറ്റവും അടിപൊളി സ്പോട്ടാണ്, അടിപൊളി പ്ലേസാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി അകത്തോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അതുപോലെ തന്നെ മെയിൻ കാര്യം ഒരു ട്രഡീഷണൽ ലുക്കാണ്. ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സാധനം കേട്ടോ. മൊത്തം നല്ല കിടിലം ലുക്കിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതെ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പം 3 വർഷം കൂടുമ്പോഴാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റിന് ഗോൾഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൂറിസം ഗോൾഡ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ അതുപോലുള്ള ആംബിയൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കണമല്ലോ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അതുപോലെ നമുക്കിനി നേരെ അകത്തോട്ട് റൂം കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ പമ്പയിലോട്ട് കയറാം. പമ്പ. അപ്പോൾ നമുക്ക് പമ്പയുടെ അകം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു റൂം എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഉള്ള റൂമാണ്. ഇങ്ങനെ അതുപോലെ തന്നെ അപ്പുറത്തോട്ട് ഇങ്ങനെ റൂം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ റൂമും കാണാം. അപ്പോൾ അടിപൊളി സ്റ്റേ ആണ്. കാര്യം നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇത് വാഷ്റൂം എല്ലാം അടിപൊളി. പിന്നെ ഗൈസ്, അപ്പം നല്ല എന്നാ പറയുന്നത്, കിടുക്കൻ റൂം എന്ന് പറഞ്ഞാൽ പഴയ ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു സാധനമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല
സൂപ്പർ ഒരു എന്താ പറയുന്നത് അല്ലേ, നല്ലൊരു കംഫോർട്ട്. ഇതിന്റെ അത് കയറിയപ്പോ തന്നെ ഒരു തണുപ്പും അല്ലേ. AC അല്ല, AC ഒന്നും ഓണല്ല കേട്ടോ, AC ഒന്നും ഓണല്ല. ഇതിന്റെ അകത്ത് ഒരു തണുപ്പാണ്. കാര്യം ഇവിടെ മേളിൽ മറ്റേ മച്ചും സംഭവമൊക്കെ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തത് മൊത്തം. ഞാൻ പറഞ്ഞ മൊത്തം ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഇവിടെ മൊത്തം. അതാ പറഞ്ഞ ഒരു ആന്റിക് ലുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് കണ്ടോ മൊത്തം അകത്ത് ആ ഒരു ലൈറ്റിംഗ് ഉണ്ടോ, സെറ്റാണ്. വിജയം തുറന്നു നോക്കുക, വല്ല ഉണ്ടോ നോക്കുക കേട്ടോ. ഇതൊക്കെ പഴയകാല പൂട്ടാ കണ്ടോ, ഇതൊന്നും നമ്മൾ തുറക്കുന്നില്ല, അത് വേണ്ട. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഇത് വാഷ്റൂം കാണിച്ച്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് തുറക്കാൻ പറ്റത്തില്ല. മച്ചാനെ അപ്പം നല്ല കിടിലം വൈബാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ TV നോക്കിയാലോ. ഇങ്ങോട്ട് നോക്കിയാലോ. ഇവരെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിനി നേരെ അടുത്ത റൂമിലോട്ടൊന്ന് പോയാലോ. ഇത് പമ്പയാ കേട്ടോ, ഇത് പമ്പ. കടൽ കരിമീൻ. ഇത് സാധനം നട്ടറല്ലേ, നട്ടറ സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ട് നമ്മുടെ ചേട്ടൻ ഇവിടെ സെറ്റാക്കിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്ന് സാധനം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. വെറൈറ്റി സാധനം അല്ലേ, പക്ഷെ ഈ ഒരു അല്ലേ ഒരു വെറൈറ്റി. ഞാൻ കരിമീനാണ്. ആ കറക്റ്റ് അതുപോലെ ഉണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ മേളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണണോ, എന്റെ മോനെ ഒരു രക്ഷയില്ലേ. നമ്മുടെ വൈബിനനുസരിച്ച് കാലാവസ്ഥ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ ഹാപ്പിയോടെ അങ്ങോട്ട് നോക്കി. ഇവിടെ പൊളിയാണ് മാന്. അപ്പൊ നമുക്ക് ഇനി നേരെ അടുത്ത് ഗംഗയിലെ കയറാം. അപ്പൊ അതെ ഇവിടുത്തെ ഒരു വൻ പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാര്യം ഭയങ്കര പൊളിയാണ്. അതെ പോകത്തില്ല. അതെ ഇതിന്റെ അതൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഇതിപ്പോ നിങ്ങൾ കാണാം, ഇത് ഞാൻ രണ്ടാമത് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അകത്ത് നല്ല കൂളിംഗ്, മേളി മച്ചാണ്. അതുപോലെ തന്നെ താഴെ മറ്റേ തറയോട് ഇട്ടേക്കണം, നല്ല തണുപ്പാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചുമ്മാ കയറി കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു വെള്ളമുണ്ട്. അതെ അതെ, ഈ വെള്ളത്തിന് തണുപ്പ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. നല്ല കിടിലം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച തണുപ്പാണ്. കാര്യം ഇത് ഇന്നലെ വെച്ച വെള്ളമാണ്, പക്ഷേ ഇതിൻ്റെ തണുപ്പ് അതുപോലെ നല്ല തണുപ്പാണ്, ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച പോലെ തണുപ്പാണ്. അപ്പം ചോദിച്ചപ്പം പറഞ്ഞ് ഈ റൂമിൻ്റെ അകത്ത് തണുപ്പ് കാരണം അത് തണുപ്പാകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു കാര്യം, മെയിൻ കാര്യം ഞാൻ കാണിച്ചു തരാം. ഈ ലൈറ്റെല്ലാം ഞാൻ ഓഫ് ചെയ്യണം. നമ്മൾ ഇവിടെ വൈകിട്ടാണോ രാവിലെയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലെ ഇരുട്ടാണ്. കണ്ടോ, അതുപോലെ ഇരുട്ടാണ്. അത് മെയിൻ സാധനമാണ് ഇതിൻ്റെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ വേറെ വെറൈറ്റി സാധനം എൻ്റെ മച്ചാനെ ഓപ്പൺ ബാത്റൂം. വാവ്, അമേസിങ്, എൻ്റെ മോനെ വിഷയമാണ് കേട്ടോ. അപ്പം അടിപൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ കണ്ടോ, പിന്നെ മേലെ വേണം നമുക്കിങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയാണ്. പിന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണ കാണും, തീമി ഓപ്പൺ ബാത്റൂം എന്ന് ആരെങ്കിലും കാണും. ഒരിക്കലും ഇല്ല. അവർ അതിൻ്റെ വളരെ പക്കയായിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി അവർ തരുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും ഓപ്പൺ ബാത്റൂം എന്ന് പറഞ്ഞാൽ ചുമ്മാ എല്ലാവരും കാണാവുന്ന രീതി ഒരിക്കലും സെറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ചുറ്റിനും നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരത്തില്ല. ഓക്കെ, അല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത സ്ഥലം കാണാം. വോ മാൻ. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ മേളിലെ അടുത്ത റൂമിലോട്ട് നമുക്ക് കയറാം. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ഇങ്ങനെ വൈബ് അടിച്ചിരിക്കുകയാണ്. കാരണം അതുപോലെ അങ്ങോട്ട് നോക്കി കണ്ടോ, കാലാവസ്ഥ മാറുന്നത് കണ്ടോ, എന്താ നേരെ കണ്ടോ, അത് വേറെ വൈബാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി യമുനയായിട്ട് കയറാം. എന്റെ മച്ചാനെ, അപ്പം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പുറത്തെ നമ്മുടെ സെയിം സാധനം തന്നെ. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പം പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി ഇവിടെ എന്താന്ന് വെച്ചാല് കിളിവാതിലുണ്ട് കേട്ടോ. ഇത് മെയിൻ സ്പെഷ്യാലിറ്റിയാണ്. ഇത് നൈസാണ് കേട്ടോ, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഓപ്പൺ ബാത്റൂം മറ്റേതുപോലെ തന്നെ ഓപ്പൺ ബാത്റൂം ഉണ്ട്. ഓപ്പൺ ബാത്റൂം അതുപോലെ തന്നെ. ഓക്കെ, അത് മറ്റേതുപോലെ തന്നെ പ്രത്യേകം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല, എന്നാലും മറ്റേതുപോലെ തന്നെ സെയിം ആണ്. ഓക്കെ, അപ്പൊ മച്ചാന്മാരെ, അപ്പൊ പുറത്ത് നല്ല കിടിലം ബഹളവാ കേട്ടോ. മഴയാന്നില്ല. നമ്മുടെ
കൂട്ടത്തിൽ വന്നവർ അവിടെ നല്ല പാട്ടും മേളവും ഒക്കെയാണ്, പക്ഷെ ഒരു ശബ്ദം അകത്തില്ല. നിങ്ങളൊന്ന് കേട്ടോ, അത് അത്ര ക്ലിയറാണ്. പിന്നെ ചെറിയതായിട്ട് വല്ലതും കേട്ടാണെങ്കിലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാര്യം പുറത്ത് അതുപോലെ ശബ്ദമാണ്. അപ്പം അതുപോലെ ക്ലിയർ ആയിട്ട് നമുക്കിപ്പം ഇവിടെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ രാവിലെ ആയെന്ന് നമുക്ക് അറിയുന്നില്ല. കാര്യം പുറത്തായത് സമയം നമുക്കറിയാം. നമ്മൾ സമയം നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ എൻ്റെ മോനെ. അപ്പോൾ അത് വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മുടെ റൂമെല്ലാം ഭയങ്കര ട്രഡീഷണലും നമ്മുടെ ഓപ്പൺ ബാത്റൂം ഭയങ്കര മോഡേണുമാണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമുക്കിനി നേരെ അടുത്തൊരു നൈസ് ഒരു സ്പോട്ടിലോട്ട് പോകാം. കപ്പം താഴെ വെയില് അത് വീട്ടിലെ സാധനം ഞങ്ങൾക്ക് അറിയാം. ഇത് വലിയൊരു സംഭവം. മേളിൽ മഴക്കാറ്, താഴെ വെയില്, അവിടെ ബോട്ട്, ഇവിടെ മനുഷ്യര് പോകുന്നത്. നമ്മുടെ ഇത് മോഡേൺ കേട്ടോ, അത് ട്രഡീഷണൽ, ഇത് മോഡേൺ റൂം. അപ്പം നമ്മുടെ ചേട്ടൻ്റെ പേരിന് മോനി എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം ചേട്ടനാണ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നതും ഇങ്ങനൊരു ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നതല്ല. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത റൂമിലോട്ട് പോയാലും തീർച്ചയായിട്ടും ഓക്കെ. ഇതാണ് നമ്മുടെ മോഡേൺ റൂം, ബാക്കിയെല്ലാം നമ്മുടെ ട്രഡീഷണൽ റൂമാണ്. അപ്പോൾ ഇത് നമ്മുടെ മോഡേൺ റൂം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം അറിയാമോ? ഓ എൻ്റെ മോനെ, ഇതൊരു വിഷയം തന്നെ. ഇതിൻ്റെ അത് മെയിനായിട്ട് പറയാനുള്ള ഒരു സാധനം അറിയോ? ഇതുപോലെ തന്നെ സെയിം ആയിട്ട് താഴെയുണ്ട്. ഇത് നമ്മൾ മേളിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് കടന്നിട്ട് എഴുന്നേക്കാൻ നമ്മൾ നേരെ വെള്ളത്തിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും. അതുപോലെ മൂടാണ് കേട്ടോ. നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി, ഇപ്പൊ നല്ല സൂപ്പർ കാലാവസ്ഥ. എൻ്റെ മോനെ എനിക്ക് പറയാനൊക്കുന്നില്ല. അപ്പം ഈ ഒരു ആംബിയൻസ് വളരെ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഇത് എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ നോക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നത് അറിയാവോ? നമ്മുടെ അക്വ പാലസിലെ ഡൈനിങ് ഹാളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ പിള്ളേരോട് അപ്പൊ മച്ചാന്മാരെ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ കപ്പയും നല്ല ഒന്നാം തരം പോത്തും, നല്ല സൂപ്പർ പോത്താണ് കേട്ടോ. പിന്നെ നമ്മള് സ്പെഷ്യൽ സാധനമാണ്. ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, ഇത് നമുക്ക് വേണ്ടി സ്പെഷ്യൽ തന്നതാണ്. അപ്പം ഇത് ഒരു 2 പ്ലേറ്റും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചുമ്മാ അങ്ങ് കഴിച്ച് അങ്ങ് തീർത്ത് കേട്ടോ. അതിന് മുമ്പ് നമ്മളൊന്ന് വാങ്ങിയായിരുന്നു, അത് അങ്ങ് തീർന്നു പോയി ഇത്രയും പേർക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ഒന്നാം തരം പോത്തും നമ്മുടെ കപ്പയും ഇവിടെ വന്നിരിക്കുകയാണ്. ആവശ്യത്തിനേറെ സാധനമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു വൈബ് സെറ്റ് ആകുമോ? പോയി കഴിച്ചാലോ? അതാണ് കാര്യം. വെച്ചാൽ ഇവിടെ കോർപ്പറേഷൻ മീറ്റിങ്സ്, നമ്മുടെ ബർത്ത്ഡേ പാർട്ടി, അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെയുള്ള ഫങ്ഷൻസ്, അങ്ങനെയൊക്കെ നടക്കുന്നത് പരിപാടികൾ ഇവിടെ നടത്തുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒഫീഷ്യലായിട്ട് ഇവിടാണ് നമുക്ക് ഫുഡ് സെറ്റ് ചെയ്ത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് വേണ്ട, നമുക്ക് മച്ചാമാരെ എൻ്റെ പൊന്നെ മോനെ. അപ്പൊ നമ്മൾ താഴെ വന്നിരിക്കുകയാണ്. കാര്യം എന്തുകൊണ്ടാണ് കപ്പയും ബീഫും വൈബാണ്. അതാണ് മെയിൻ കാര്യം. ഇവിടെ മേളിൽ ഇരുന്ന് ആർക്കും കഴിക്കാം. ഭയങ്കര ഒരു സാധനമാണ്. നമ്മുടെ വൈബ് നമുക്ക് വേണം. കാര്യം ആംബിയൻസ്. അപ്പൊ നമ്മളത് എന്തായാലും നമ്മുടെ വൈബിനനുസരിച്ച് നമ്മൾ കഴിക്കുന്നു. ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കിനി കഴിച്ചിട്ട് കാണാം മച്ചന്മാരെ. ഇപ്പൊ സമയം ഏകദേശം 5 മണി ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് അല്ലേ, ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അപ്പൊ ഞങ്ങൾ ചെറിയ ചായയൊക്കെ കുടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആറ്റിച്ചാടാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മൾ നേരെ ആറ്റിച്ചാടാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും എന്റെ പൊന്നു മച്ചാന്മാരെ സുഹൃത്തുക്കളെ, അടിപൊളിയാണ്, വൈബാണ് മച്ചാന്മാരെ. ഇവിടെ നമുക്ക് ചാടാനുള്ള ഒരു അവസരമല്ല, ഇവിടെ അതിനുള്ളൊരു ഒരുക്കിയിരിക്കുകയാണ്. നോക്കിയേ, അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈബ് ആസ്വദിക്കാം. Hey guys, yo man. അപ്പൊ നമ്മള്
വൈകിട്ടത്തെ ഒരു വിഷയമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒച്ചയൊക്കെ ഏകദേശം പോയിരിക്കുകയാണ്. നമ്മുടെ ജോജന ഇവിടെ ഇരിക്കുന്നു, നോക്കി ഇവിടുത്തെ ആംബിയൻസ്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഉണ്ട്. വീടാണ് കാര്യം, അവിടെ ആണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്നത്. അത് ഇതിനു വേണ്ടി കൊടുക്കുന്നതല്ല, എന്തിന് നമ്മുടെ ഹോം സ്റ്റേക്ക് കൊടുക്കുന്നതല്ല, ഹോം സ്റ്റേക്ക് കൊടുക്കുന്നത് അവിടെയാണ്. എൻ്റെ മോനെ അതുപോലെ വൈബാ കേട്ടോ. എൻ്റെ പൊന്നു മച്ചാനെ. അപ്പോൾ നമ്മുടെ നൈറ്റ് ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് കയറാം. ജസ്റ്റ് അങ്ങോട്ട് കാണിച്ച്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, വൈബാണ്. വാ അങ്ങോട്ട് നോക്കി. പക്ഷെ എൻ്റെ മോനെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എന്തെങ്കിലും പോയി കഴിഞ്ഞാലും നമുക്ക് നല്ല ഇത് ട്രഡീഷണൽ റൂം, പക്ഷേ മോഡേൺ റൂമിലെ ആ ഒരു കാഴ്ച അത് മോർണിംഗ് വൈബാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പുറത്ത് നമ്മുടെ ആ ഒരു ആറും ആ ഒരു സാധനമൊക്കെ മേളിലെ ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ്. ഇതുണ്ട്, ഇത് നേരെ നമ്മുടെ ആറാണ്. പക്ഷെ അതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ ഭയങ്കര വൈബാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അടിപൊളിയാണ്. അതിൽ നമുക്ക് ഇനിയും ഇവിടുത്തെ ഒരു ആംബിയൻസ് നൈറ്റ് മൊത്തം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ എല്ലാ പരിപാടിയും ഇവിടെ ഗ്രിൽ ചിക്കൻ നമ്മുടെ ചെറുക്കൻ ബിജാമോൻ പറഞ്ഞ കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അടിപൊളി പ്രോപ്പർട്ടി. എന്തായാലും വൈകിട്ടത്തെ ആംബിയൻസ് എല്ലാം നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഇവിടെ എല്ലാ സാധനം ഗ്രില്ല് ചെയ്യാനും എന്ത് പരിപാടിക്കും ഇവിടെ ഓക്കെയാണ്, ക്യാമ്പ് ഫയറും എല്ലാം. അപ്പം മച്ചാന്മാരെ, നമുക്കിനി നാളത്തെ ഒരു കിഡിലൻ മോർണിംഗ് വിഷ്വൽസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം അതുവരേക്കും മച്ചാന്മാരെ ഗുഡ് ബൈ യു മാൻ. രാവിലെ ആയിരിക്കുകയാണ് എൻ്റെ മോനെ, ഒച്ച എല്ലാം പോയി. അപ്പം മോർണിംഗ് നമ്മുടെ ജോയിച്ചിൽ എന്താണ് ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ മോർണിംഗ് വ്യൂ ഉണ്ടാവും. സ്പീഡ് ബോട്ട് പോകുന്നു, സോറി ഒരു ഹൗസ് ബോട്ട് പോകുന്നു. നല്ല സൂപ്പർ വ്യൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7-7:30 ആയിരിക്കുകയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, നൈസാണ്. ഇപ്പം നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഉണ്ടോ, രക്ഷയില്ല കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ജോയും ചിത്തും ഇവിടെ കിടക്കുന്നു. ഗംഗ റൂമിലാണ്. ഗംഗേ, യമുനയിൽ ആരാന്ന് നമുക്ക് നോക്കാം. യമുനയിൽ ഇതാ ഉണ്ണി കിടക്കുന്നു യമുനയിൽ. ഉണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. സമയം ഒരു 10 മണിയായിരിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോയി. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം ജീവൻ വണ്ടി എടുക്കുന്നു. അപ്പം നമ്മൾ പയ്യെ ഇറങ്ങുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അടിപൊളിയായിരുന്നു, വൈബായിരുന്നു. അപ്പോൾ എല്ലാവരും പോയിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ 4 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും നേരത്തെ അങ്ങ് പോയി. ഗായ്സ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ചെല്ലുന്ന ആൾക്കാർക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ.